നോർമലി നെയ്ബേഴ്സ് തന്നെ കുറച്ച് ചൊറി കാണും, റിലേറ്റീവ്സ് ആകുമ്പോൾ അത് ഒബ്വിയസ്ലി കുറച്ച് കൂടുതലാണ്. അത് അവരുടെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യും, നോക്ക് നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യണേ ഇതാന്ന് പറഞ്ഞ് ലേറ്റായിട്ട് കയറുന്നത്, ഉടുപ്പ്, ആരാ വീട്ടിൽ വരണേ, ആരാ എങ്ങോട്ടാ പോണേ, അതില്ലാം അവർക്ക് ആക്ച്വലി നല്ല ബോധേഡായിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ കൂടുതലും നമ്മളെ പറ്റിയുള്ള ഉത്തരവാദിത്വം നാട്ടുകാർക്കാണ് അല്ലേ? അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം നെയ്ബേഴ്സ്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചുറ്റും ആക്ച്വലി റിലേറ്റീവ്സ് ആണ്. സോ നോർമലി നെയ്ബേഴ്സ് തന്നെ കുറച്ച് ചൊറി കാണും, റിലേറ്റീവ്സ് ആകുമ്പോൾ അത് ഒബ്വിയസ്ലി കുറച്ച് കൂടുതലാണ്. ലേറ്റായിട്ട് കയറുന്നത്, ഉടുപ്പ്, ആരാ വീട്ടിൽ വരണേ, ആരാ എങ്ങോട്ടാ പോണേ, അതില്ലാം അവർക്ക് ആക്ച്വലി നല്ല ബോധേഡായിട്ടുണ്ട്. മോർ ദൻ മൈ പാരൻസ് ഐ വുഡ് സേ. അതുകൊണ്ട് കുറച്ച് സീനാണ്. എത്ര ഏജ് ഉള്ളവരാണ് ഇങ്ങനെ കൂടുതലും? യൂഷ്വലി ഒരു 50+. അവർക്കാണ് ഇപ്പം ഒരു പുതിയൊരു ജനറേഷനായിട്ട് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതങ്ങനെ ഒരു രീതിയല്ല അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ എല്ലാ ദിവസവും പുറത്തിറങ്ങണേ, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോണത്, ഈവൻ ലൈക്ക് ലേറ്റ് ക്ലാസ്സസ് ഒക്കെ കാണും, അതുപോലും അവർക്കത് മനസ്സിലാവണവരതില്ല. പിന്നെ അവരുടെ ഒരു നോർമൽ തിങ് ഇസ് അവർ പോണത്, അത് ഈവൻ ഇഫ് ദേ ഫീൽ ബാഡ്, അത് അവർ മിണ്ടാതിരിക്കണതാണ് ഒരു നോർമലായിട്ടുള്ള കാര്യം. പക്ഷെ അവരെന്താ ചെയ്യണേ, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അതിനെക്കുറിച്ച് വന്ന് ഞങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യും, നോക്ക് നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യണേ ഇതാന്ന് പറഞ്ഞ്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് ബാഡ്. അത് അവരുടെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. മേ ബി ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ര എൻജോയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ബാക്കി എല്ലാവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് അതിലൊരു പറഞ്ഞു ഒരു സൂഹിക്കണേ. ഓക്കെ, താങ്ക് യു.